ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കറിയേണ്ട സത്യങ്ങൾ അച്ഛനിൽ നിന്ന് അറിയാൻ വേണ്ടി തന്നെ അച്ഛനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അറിഞ്ഞിട്ടേ ഞാൻ പോവൂ. മോളെ, നീ ഇങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിച്ചാലോ? കാര്യമില്ലാത്ത കാര്യോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാ. കാരണം നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്ര. ആ നഷ്ടം എനിക്ക് നികത്തണമെങ്കിൽ സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു നോക്കൂ. എടാ, എവളെ യവൻ കെട്ടാൻ പോവുക. ഇനി നീ അറിഞ്ഞില്ലെന്ന് വേണ്ട. കേട്ടല്ലോ നിന്റെ അപ്പം പറഞ്ഞത്. ശിവനെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. നീ നിന്റെ അപ്പം പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ നോക്ക്. എടി, പ്രേമമൊക്കെ നല്ലതാ, പക്ഷേ അത് വർക്കൗട്ട് ആവാൻ സാധ്യതയില്ലെങ്കിൽ അങ്ങ് വിട്ടുകളഞ്ഞേക്കണം. അപ്പോഴത്തെ ദുഃഖമല്ലേ ഉണ്ടാവൂ. അല്ലാതെ അപ്പനെയും ആങ്ങളെയും മോളുടെ പ്രേമത്തിന്റെ പേരിൽ പരലോകത്തെത്തിച്ചു എന്നുള്ള പഴി കേൾക്കേണ്ടി വരില്ലല്ലോ. ഇനി ഒരിക്കൽ കൂടി എന്നെ ഇവിടേക്ക് വരുത്തിക്കരുത്. എടി കുലദ്രോഹി, നീ ഞങ്ങളെ ചതിക്കുവായിരുന്നല്ലേ? ഇത്രയധികം സങ്കടപ്പെട്ട് കരയാൻ നിന്റെ ആരാടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? നിന്റെ അപ്പനോ, അതോ നിന്റെ ആങ്ങളെയോ, അതോ നിന്നെ പ്രസവിച്ച നിന്റെ തള്ളയോ? ഇവരാരുമല്ല, എന്റെ ഭർത്താവാ. എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ പുരുഷനാ. ഇത് വെറും മിന്നു മാത്രല്ല, പവിത്രമായ ഒരു ബന്ധത്തിന്റെ തെളിവാ. ഈ ഒരൊറ്റ ബലം മതി എന്റെ ശ്വാസം പോകുന്നവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ. മോളെ, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? എന്റെ ഭർത്താവിനെ അമ്മച്ചി ഇവരെല്ലാരും കൂടി അവിടെ തല്ലി ചതച്ചിട്ടിരിക്കുന്ന. ശിവൻ എന്തെങ്കിലും സംഭവിച്ച ഞാൻ ദൃക്സാക്ഷിയാ. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് കൊന്നു കളയണം. അപ്പോ ഇവള് എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. വഴിയുണ്ട്, ഒരേ ഒരു വഴി. അമ്മ പറഞ്ഞ കാര്യത്തിന് അച്ഛൻ ഇതുവരെ ഒരു മറുപടി പറഞ്ഞില്ല. എനിക്കത് അറിയണം, അറിഞ്ഞേ ഒക്കൂ. മോളെ, അത് ഞാൻ പറഞ്ഞല്ലോ. അയാളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അയാൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതാ. ദേ, അച്ഛൻ എന്നെ വീണ്ടും വിഡ്ഢിയാക്കാൻ നോക്കുക. എന്നെ അറിയിക്കാതെ എന്നെ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ട് വിഷ്ണുവേട്ടൻ പല കാര്യങ്ങളും എന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോ അതൊന്നും ചോദിക്കാൻ പറയും ചെയ്യുന്നില്ല. എനിക്കറിയേണ്ടത് ഒരു കാര്യം മാത്രമാ. അബൂബക്കർ വിഷ്ണുവേട്ടനെ കുറിച്ച് പറഞ്ഞത് എന്താ? അത് പിന്നെ മോളെ, എന്താന്ന് വെച്ചാ അച്ഛൻ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കള്ളങ്ങൾ ഓർക്കണമെന്നില്ല. ഞാൻ ആ കള്ളങ്ങളിൽ തൃപ്തയാകുകയില്ല. എനിക്കറിയേണ്ട സത്യങ്ങൾ അച്ഛനിൽ നിന്ന് അറിയാൻ വേണ്ടി തന്നെ അച്ഛനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അറിഞ്ഞിട്ടേ ഞാൻ പോവൂ. മോളെ, നീ ഇങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിച്ചാലോ? കാര്യമില്ലാത്ത കാര്യോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാ.
കാരണം നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്ര. ആ നഷ്ടം എനിക്ക് നികത്തണമെങ്കിൽ സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു നോക്കൂ. പറയാതെ അച്ഛന്റെ മുന്നിൽ നിന്ന് ഞാൻ പോവില്ല. മോളെ, അത് പിന്നെ അവനത് വാ പോയ കോടാലിയ, അതുകൊണ്ട് അവനത് പറഞ്ഞപ്പോ ഞാനത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പം മോളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു സംശയം, ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. എങ്കിൽ അച്ഛൻ പറ, എന്താന്ന്? ആ നസീറിന്റെ ബാപ്പ അന്ന് എന്താ പറഞ്ഞേ? അത് പിന്നെ മോളെ, അയാള് മകൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ മരുമകനെയാണ്, വിഷ്ണുവിനെ. അവനെ ഞാൻ തീർക്കും. നിന്റെ മകൾ ശാലിനി വിധവയായി മാറുന്നത് നീ കൺകുളിർക്കെ കാണണം. അച്ഛനിപ്പോ ഒരു കാര്യം മനസ്സിലായില്ലേ? അബൂബക്കർ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറയാതിരുന്നതുകൊണ്ട് മാത്രം വിഷ്ണുവേട്ടൻ ഈ അപകടം ഉണ്ടായത്. മോളെ, ഞാൻ അച്ഛ, വിഷ്ണുവേട്ടനെ കാണാതായതിന് പിന്നിൽ ഈ അബൂബക്കറിന് പങ്കുണ്ട്. അതിങ്ങനെ വാക്കാ പറഞ്ഞല്ലേ ഉള്ളൂ, അതിന്റെ പേരിൽ തെളിവില്ലെങ്കിൽ തെളിവുണ്ടാക്കണം. അച്ഛനൊരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് എഴുതി തരണം. അബൂബക്കർ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്താ അച്ഛനത് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ ചെയ്യാം മോളെ. മോള് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. സത്യമേ, ദാ. ആ, എന്താ സത്യമേ കാണിക്കുന്നേ? ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ എങ്ങനാ? എനിക്കത് വേണ്ടതല്ലേ പറഞ്ഞേ. സത്യമേ, എന്താ അമ്മ ഇതാ സത്യമേ, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ. ഇതൊന്നു കുടിക്കേ. എനിക്ക് വേണ്ട. ഭാമേ, എന്തെങ്കിലും കഴിക്കാതെ കുടിക്കാതെ എങ്ങനെ ജീവൻ നിലനിർത്തുന്നേ? എന്റെ മോൻ എവിടെ? വിഷ്ണു അവനിങ്ങി വന്നോളും. ഇത് മതം. സത്യമേ, ഒരല്പം വെള്ളം കുടിക്കേ. ദാ ശാരദാമ്മ, എനിക്ക് വേണ്ട. എന്റെ മോൻ വന്നിട്ട് ഞാൻ കുടിച്ചോളാം. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. മോളെ, വീടെത്തി. എനിക്കറിയാം രാമേട്ടാ, പക്ഷെ എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ഞാൻ അവരോടൊക്കെ എന്താ പറയാ? അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എന്റെ ഉത്തരവില്ല. ഞാൻ പിന്നെ എങ്ങനെ അവരെ ഫേസ് ചെയ്യ? അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് മോള്. അവര് കാണുന്നതും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മോള് ഉത്തരം പറഞ്ഞേ ഒക്കൂ. അതിന്ന് ഒഴിവാകാൻ മോളെ കൊണ്ടാവില്ല. അവര് ചോദിക്കുന്നത് വിഷ്ണുവേട്ടനെ. രാമേട്ട, ഞാൻ എന്താ മറുപടി പറയാ? രാമേട്ടൻ അതൊന്ന് പറഞ്ഞതാ. മോളെ, വിഷ്ണുക്കുഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. ആവശ്യം കഴിയുമ്പോ വിഷ്ണുക്കുഞ്ഞ് അതുപോലെ തിരിച്ചു വരികയും ചെയ്യും. എനിക്കറിയില്ല രാമേട്ട, ഇതെങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന്. മോളുടെ ഒരു വാക്കിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ മോളത് ചെയ്യണം.